വയനാട് കുറുക്കൻമൂലയിൽ വന്യജീവി വളർത്തുനായെ പിടികൂടി. കാവേരി പൊയിൽ ഉന്നതിയിലാണ് സംഭവം. ആക്രമിച്ചത് പുലി എന്നാണ് വനംവകുപ്പിന്റെ സംശയം. ആക്രമിച്ചത് കടുവയെന്നായിരുന്നു പ്രദേശവാസികൾ പറഞ്ഞത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, ഇതിൽ ഇപ്പോൾ പഞ്ചാരക്കൊല്ലി ഇൻസിഡൻസിന് ശേഷം വലിയൊരു ഭീതി ആ മേഖലകളിലൊക്കെ ഉണ്ട്. അതിനാരും കുറ്റം പറയാൻ കഴിയില്ല. നമ്മൾ അതെങ്കിലും ആ രീതിയിൽ ചിന്തിക്കും. അതുകൊണ്ട് കടുവ എന്നുള്ളത് അവരുടെ സംശയമാണോ അതോ അതിനെന്തെങ്കിലും സ്ഥിരീകരണ സ്വഭാവമുണ്ടോ? സുർജിത്ത്. ഹാഷ്മി, ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ആ സ്ഥലം എന്ന് പറയുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നമുക്ക് കാണാൻ കഴിയും. ഞാൻ നിൽക്കുന്നത് ഈ ഉന്നതിയിലാണ്. ഉന്നതിക്ക് അടുത്ത് ഒരു ചാലുണ്ട്. ആ ചാലിനപ്പുറം വനമേഖലയാണ്. പൂർണ്ണമായും മുളങ്കാടുകൾ ഉൾപ്പെടെയുള്ള വനമേഖലയാണ്. ഒരു ഭാഗത്ത് ബേഗൂരിന്റെ ഭാഗമായ സ്ഥലമാണ്, മറുഭാഗത്ത് വയനാട് നോർത്ത് ഡിവിഷന്റെ ഭാഗമായ വനമേഖലയാണ്. അങ്ങനെ ആ തരത്തിലാണ്. വൈൽഡ് ലൈഫിന്റെ ഭാഗമായ സ്ഥലവുമുണ്ട്, ഒപ്പം തന്നെ നോർത്ത് വയനാടിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലവുമുണ്ട്. അങ്ങനത്തെ ഒരു മേഖലയാണിത്. പൂർണ്ണമായും വനമാണ്. ഇവിടെയാണ് ഇങ്ങനെ കാവേരി പൊയിൽ ഉന്നതിയിൽ കുറിച്യ ഉന്നതിയാണ്. ഈ കുറിച്യ ഉന്നതിയിലേക്ക് ഇവർ ഇന്നലെ വൈകിട്ട് 8:30 കൂടിയാണ് കണ്ടത്. ഈ വീട്ടിൽ താമസിക്കുന്ന രാജു, പേരെന്താ, ലക്ഷ്മി ദമ്പതികളുടെ അവരാണ് ഇതിനെ കണ്ടത്. കടുവയെന്ന് ഇവർ പറയുന്നുണ്ട്, ഉറപ്പ് പറയുന്നുണ്ട്. എന്താണ് ചേച്ചി കണ്ടത്? പിന്നെ ഞങ്ങൾ രാത്രി അവിടെ തീയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് കുട്ടി കരയുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ചേട്ടൻ മുന്നിലോട്ടൊക്കെയാണ് പോയത്. അപ്പം ഞാൻ പറഞ്ഞു ടോർച്ച് എടുക്കാതെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ടോർച്ച് എടുത്തിട്ട് ബേക്കിലോട്ട് വന്നപ്പോൾ ഈ വഴിക്ക് വെച്ചിട്ടാണ് പിന്നെ ശരിക്കും അടിച്ചപ്പോൾ ടോർച്ച് വെട്ടത്തിലാണ് ശരിക്കും ഈ കടുവേനെ കാണുന്നത്. അപ്പോൾ പട്ടിക്കുഞ്ഞ് ഒരെണ്ണം എൻ്റെ അടുത്തേക്ക് വന്നു, ഒരെണ്ണം തിരിച്ച് ഇപ്പുറത്തെ കൂടെ കയറിയപ്പോൾ ആ ഇല്ലിന്റെ മറവായതുകൊണ്ട് ശരിക്കും കണ്ടില്ല. അവിടെ അങ്ങോട്ട് പോയപ്പോഴാണ് പട്ടിക്കുട്ടീനെ പിടിച്ചിട്ട് പോയത്. കടുവയാണ്. ഞാൻ ശരിക്കും കണ്ടതാ. ടോർച്ച് വെട്ടമുണ്ടല്ലോ, അതിലാണ് ശരിക്കും കണ്ടതായിരുന്നു. രാജു ചേട്ടാ, നേരത്തെ ഇവിടെ ഇങ്ങനെ ഈ കടുവകളുടെയും പുലിയുടെ ഒക്കെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഒരു 2 വർഷം മുന്നേ പിന്നെ കുറെ ഇവിടുന്നാണല്ലോ. പിന്നെ ഇതില് സാധനം ഇവിടെ ഉണ്ട് എന്ന് ഞമ്മക്കറിയാം. എന്നുവെച്ചാൽ ഈ മാനെല്ലാം സന്ധ്യ ആയി കഴിഞ്ഞാൽ കാട്ടിൽ നിൽക്കില്ല. അതെല്ലാം നമ്മളെ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടെ ഈ എല്ലാം നടക്കുന്നത് നമ്മൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 8-8:15 ഈ പട്ടിക്കുഞ്ഞ് പിന്നെ കരയെന്ന് വെച്ച് കേട്ടിട്ട് ഞാൻ ഓടി വന്നു. ഞാൻ മുന്നിലാണ് ഉള്ളത്. അപ്പോൾ ഓടി വന്നപ്പോൾ പിന്നെ ഇവിടെ കടുവ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടി വന്നപ്പോൾ സംഭവം ഇവിടെ കിടക്കുന്ന ഈ വൈ സൈഡിൽ കിടന്നതാ. ഇരുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ തൊഴുത്താണല്ലോ ഇത്. ഈ തൊഴുത്തുനിന്ന് ഈ രാത്രി കഴിഞ്ഞ് പശുക്കൾ ഇങ്ങനെ വച്ചിടുന്നത് ഇവർക്ക് കേൾവി ശക്തിയും കണ്ണും ആണ് ഭയങ്കരം. അപ്പോൾ പിന്നെ ഈ നമ്മൾ ആൾക്കാർ ഇവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്, ഇവന് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. അന്നേരം ഞങ്ങൾ ആ പട്ടിക്കുഞ്ഞിനെ പിന്നെ തുറന്നു വിട്ടു. അപ്പോൾ പട്ടിക്കുഞ്ഞ് ഇവിടെ വന്ന് കരയെന്ന് ഒച്ച കേട്ടിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ പട്ടി വന്ന് കടിക്കുന്നതായിരിക്കും, നമ്മളത് ചെറുതല്ലേ. അപ്പം ഞാൻ പിന്നെ മുൻഭാഗത്തുനിന്ന് കടിക്കുന്ന ഓർത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് ഓടിയത്. അപ്പോൾ പെണ്ണുങ്ങൾ ടോർച്ച് എടുത്തിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ കടുവ ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാ ഓടി ഇവിടെ കടുവ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെ എന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ സംഭവം അങ്ങോട്ട് വലിഞ്ഞു ഇല്ലിൻ്റെ ഉള്ളിലേക്ക് സൈഡിലേക്ക് നീങ്ങിപ്പോയി. വനവകുപ്പുകാരെ അറിയിച്ച് പിന്നെ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് അവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അറിയിച്ച് അവർ വന്നപ്പോൾ പറഞ്ഞ് എവിടെ കണ്ടതെന്ന് പറഞ്ഞപ്പോൾ കടുവ എന്ന് ഇവർ പറയുന്നു. പക്ഷേ വനംവകുപ്പ് ഇവിടെ വന്ന് പരിശോധന നടത്തി. വിരലടയാളം, അതായത് കാൽപാദം ഉൾപ്പെടെ പരിശോധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഈ കോമ്പിങ്ങിനിടയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ മേഖല വനമാണ്, തൊട്ടടുത്ത് വനത്തോട് ചേർന്നാണ് ഈ ഉന്നതിയുള്ളത്. വന്യമൃഗങ്ങൾ സ്ഥിരമായി ഇറങ്ങാറുള്ള പ്രദേശമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു വന്യജീവി ആക്രമണം ഉണ്ടായത്. പുലി എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. പുലി എന്നാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് അവർ കണ്ടതാണ്, അത് കടുവ തന്നെയാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പഞ്ചാരക്കൊല്ലി അടക്കമുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനി യഥാർത്ഥത്തിൽ പുലിയാണ് എങ്കിലും കടുവ എന്ന് നാട്ടുകാർ സംശയിക്കുന്നെങ്കിൽ അത് അവരുടെ ഭീതിയുടെ കാരണമാണ്, അവരെ പഴിച്ചിട്ട് കാര്യമില്ല. അതോ ഇനി കടുവ തന്നെയാണോ എന്ന് വനംവകുപ്പ് കൃത്യമായി പറയുകയും ചെയ്യട്ടെ.